ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഇത് എപ്പോഴും അങ്ങനെയാണ് ഗായ്സ്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിക്കുന്നു അവിടെ അങ്ങനെ ബഹളങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കാണുന്നില്ല, ഇവിടെ സ്പെഷ്യൽ വെളിച്ചം. അപ്പൊ ഗൈസ്, ഓൾവേസ് വെൽക്കം ടു ദ ബ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിന്ന് പുറത്ത് നോമ്പ് തുറക്കാൻ പോകുന്ന കുറച്ച് സ്പെഷ്യൽ മൂമെന്റ്സ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് എന്റെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 5:30 ആവാറായിട്ടുണ്ട്. നമ്മൾ 6 മണിക്ക് എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. ഞങ്ങൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഞാൻ സെലീനയും മാത്രമാണ് ഈ ഒരു നോമ്പ് തുറക്ക് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, ഞങ്ങൾ 2 പേരും. ആദ്യം ഉമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഉമ്മ കുറച്ച് തിരക്കാത് കാരണം ഉമ്മ വരുന്നില്ല പറഞ്ഞിട്ട് നമ്മൾ 2 പേരിൽ ഒതുക്കി. സോ ഇനി നമ്മുടെ വീഡിയോയില് ഇനി പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്റെ സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കാര്യങ്ങൾ, അവള് കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പോയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ എന്നാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ ചായ കലക്കുന്നതാണ്. നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. മാംഗോ ജ്യൂസ്, ചായ, പിന്നെ പഴംപൊരി, പിന്നെന്താ വെള്ളം, ബെഡ്ഷീറ്റ്. അത് വിട്, തിന്നാനുള്ള ബെഡ്ഷീറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ സ്നാക്ക് പഴംപൊരി മാത്രമേ ഉള്ളൂ, കാരണം അവള് സ്നാക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ജ്യൂസ് ഞാൻ എന്റെ പോലെ എടുത്തിട്ടാണ്. ഒഴിച്ചോളെല്ലാം. യെസ്, ഒഴിക്കാൻ ഇത് വേണം. ഞാനും വരാം. ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളുടെ എല്ലാം എടുത്തോണ്ട് വെളിച്ചത്തോട് ഒഫീഷ്യൽ അതെ, ഫീസ് ഉണ്ട്. ക്യാമറമാനും ഫീസ്. അതെ, നമ്മുടെ യൂട്യൂബിൽ എപ്പോഴാണ് മോണിറ്റൈസേഷൻ കിട്ടി പൈസ കിട്ടാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ ക്യാമറമാനും പൈസ കൊടുത്ത് ഒഫീഷ്യലായിട്ട് നിർത്തുന്നതായിരിക്കും. ഇതിൽ നമ്മൾ വെള്ളം നിറയ്ക്കാൻ, ഇതിൽ നമ്മൾ ജ്യൂസ് നിറയ്ക്കാൻ, ഇതിലാണ് നമ്മൾ ചായ. ഓക്കെ, 3 ഡ്രിങ്ക്സ് ആണ് നമ്മൾ ചായ ഒഴിക്കാൻ. നമ്മൾ ചായയുടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചായ ഒഴിക്കാം. ഓൺ ചെയ്തല്ലേ ഞാന് സുന്ന ഓർമ്മോ എന്തത് എത്തത് ഇത് ഫ്ലാസ്ക് അല്ല, ആക്ച്വലി ഫ്ലാസ്ക് പോലത്തെ ഒരു കുപ്പിയാണ്. സ്റ്റീലിന്റെ ബോട്ടിൽ. അതുകൊണ്ട് ചിലപ്പോൾ ആറാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ നിറച്ചില്ല. നമുക്ക് 2 പേർക്കുള്ളതുണ്ട്, 2 പേർക്ക് തക്കത്ത. യെസ്, നമുക്ക് ജ്യൂസ് ഉണ്ട്. ജ്യൂസ് നമ്മൾ എടുക്കുന്നു. ആരോടെ ജ്യൂസ് ഒക്കെ ലൈറ്റ് എത്താത്. നമുക്ക് ജ്യൂസ് ഒഴിക്കാം. ഉമ്മ എന്താണ് ചെയ്യുന്നത്? ഉമ്മക്ക് നെയ്ച്ചോറ് കഴിച്ച് കൊറേ നാളായി, അതുകൊണ്ട് ഉമ്മക്കൊരു പൂതി. അങ്ങനെ നെയ്ച്ചോറാണ് ഇന്നത്തെ നമ്മുടെ വീട്ടില്. ആൻഡ് ചിക്കൻ കറി. ചിക്കൻ കറി ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് ജ്യൂസിന്റെ ബോട്ടിൽ കൊള്ളാലോ. ജ്യൂസിന്റെ ബോട്ടിൽ കൊള്ളാം. നമുക്കൊന്ന് സ്പൂണൊക്കെ ഒന്ന് കഴുകാൻ, ചായ കളിക്കുന്ന സ്പൂണാണ്. ഒന്ന് ജ്യൂസ് ഒന്ന് കഴുകാനല്ല, ഈ ജ്യൂസ് കഴുകാൻ പോകുന്നു. പറഞ്ഞു പോയത് ഇന്ന് മൊത്തം സാമ്പറിയിലാണ് ഗൈസ്. അപ്പൊ ജ്യൂസ് ഒന്ന് കലക്കി കൊടുക്കുക. അല്ലാതെ തിക്ക് ആൻഡ് പാത്രമൊക്കെ കഴുകിട്ട് പോകണം കേട്ടല്ലോ. പൾപ്പി ജ്യൂസ്. പാത്രം കഴുകുകയാണ് നമ്മൾ. എന്നിട്ട് നമുക്ക് ആവശ്യം പൾപ്പി ജ്യൂസ് പേരുണ്ടോ ചോളങ്ങള്. ഇപ്പൊ എങ്ങനെ വേണ്ടി വേണ്ട ഇതിലെല്ലാം ഒഴിച്ചു വെക്കാം. മതിയില്ല, 2 പേർക്കുള്ളത് മതി. മതി. അവൾ ഓൾറെഡി ഒരു ജ്യൂസ് കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഇറ്റി ഗൈസ്, ഇറ്റി പോയിട്ടുണ്ട്. കഴിയുമ്പോൾ കഴിയാൻ പറ്റും, കുഴപ്പമൊന്നും. ഓക്കെ, എന്നിട്ട് നമ്മൾ ജ്യൂസിന്റെ അകത്ത് അടച്ചു വെക്കാം. വെള്ളം ഒഴിച്ചോ? അവത്തിനെ കൊണ്ടുവന്നു. പക്ഷെ അപ്പുറത്ത്
ജ്യൂസ് നമ്മൾ അരയ്ക്കാം. നമ്മുടെ മാംഗോ ജ്യൂസ് ഇങ്ങനെ ചൂടുണ്ടവിടെ. ഇനി നമുക്ക് വെള്ളം നമ്മൾ നിറച്ചിട്ടല്ലോ. ഇല്ല, ഇതാ കൂജള തന്നെടുത്തോ. ഓക്കെ, നമുക്ക് കൂജയുള്ള വെള്ളം ഒഴിക്കാം. ഈ കൂജിയിലെ വെള്ളം എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്ത് കൊണ്ടത് ഫ്രഷ് വാട്ടർ ആണ് ആക്ച്വലി. അതെല്ലാം ഞാൻ പറയാൻ വന്നത്. എന്നെ പറയാനൊന്നും അനുവദിക്കുക. ഈ കൂജിയിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമാക്കപ്പെട്ട വെള്ളം, കുറച്ച് അധ്വാനിച്ച് കൊണ്ടുവരുന്ന വെള്ളം. അതെ, ഉമ്മ അപ്പുറത്തെ കിണറ്റിൽ നിന്ന് എടുത്തോണ്ട് വരുന്നത് കൊണ്ട് തന്നെ ആ നോമ്പൊക്കെ പിടിച്ചിട്ടാകുന്നത് കുറച്ചും കൂടി ഈ വെള്ളത്തിന് കുറച്ച് വാല്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രീഷ്യസ് ആയിട്ട് ഈ വെള്ളത്തിൽ കാണുന്നത്. വെള്ളത്തിന്റെ കാലം നോക്കാൻ പോകുന്ന വെള്ളത്തിന്റെ കുപ്പിയാണ്. ഐ ലൈക്ക് ഈ വെള്ളത്തിന്റെ കുപ്പി എന്നൊക്കെ പറയുമ്പോൾ കുപ്പിയല്ലേ? അപ്പൊ എല്ലാം സെറ്റ് ആയില്ലേ? ഇനി ഓക്കെ. ഏകദേശം ബൈ ദ വേ, എല്ലാ സാധനത്തിലും ബാക്കിയത് നമുക്ക് പഴംപൊരി റെഡി ആക്കണം, വഴിയാക്കണം. അതിന് ടിഫിൻ എടുക്കാം. ടിഫിൻ എവിടെ? ഗൈസ്, ഇത് നോക്കി, നിമ്മയുടെ ആർട്ടാണ്. ഞാൻ ഓൾറെഡി കുറെ വീഡിയോ കാണും. എവിടെയോ ഉമ്പി നമുക്ക് പഴംപൊരി വെക്കാൻ ആരുമില്ല. പഴംപൊരി ഒരു പാത്രം കൊണ്ടുപോളെ. അപ്പൊ നമ്മൾ പഴംപൊരിക്കുള്ള പാത്രം ഇവിടെ സെറ്റ് ആക്കി. പാത്രം കഴുകിയത് ഓക്കെ. കുഴപ്പമില്ല, സൗണ്ട് എല്ലാവരെയൊക്കെ നോക്കൂല. അപ്പൊ നമ്മൾ പഴംപൊരി ഇതാണ് ദേശങ്ങളുടെ പഴംപൊരി. ഒരു 6 പഴംപൊരി ഇടാം. മൊത്തം ഒന്നും തിന്നൊന്നുമില്ല, എന്നാലും ഒരു ഗമക്ക് മതില്ലേ? ഓക്കെ, നമുക്ക് ഇത്ര മതി. 2 പേരായതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം എടുക്കുന്നു. നമ്മുടെ പഴംപൊരി അമ്മേ ഇനി പോയിട്ട് ബൈ ബൈ. അല്ല, ഞാൻ ഓട്ട് ചൂടാത്താ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ കാര്യം. ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ ഇത്ര സാധനം. യെസ്, ഈ 4 സാധനം. ബൈ ബൈ. നമുക്ക് ബീച്ചിൽ പോകാം. ഗൈസ്, നമ്മളെ സെലീന പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടാവോ? നമ്മൾ പോവാണ്. ഓ, ഇങ്ങനെ മതി. ഇതൊക്കെ നമ്മളില്ലേ? പൊയ്യേ, സമയമുണ്ട്. നാമല്ല ബിയം പതിയല്ലോ. അമ്മ മാത്രാണുള്ളേ. പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല ഹരമുണ്ട്. നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് സേഫായിട്ട്. ഇനി നമ്മൾ സെറ്റപ്പ് ആക്കുന്നു സ്ഥലങ്ങൾ. എന്നാല് ഗൈസ്, എന്റെ അഭിപ്രായം കേൾക്കാണ്ട് സെലീന സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു. ഗൈസ്, എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? കഴിഞ്ഞ വീഡിയോയിലെ സിപ്പപ്പിന്റെ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പോയിട്ട് വരാം. ഇതാണ് വ്യൂ. ഈ ഒരു വ്യൂവിലാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ചരക്ക് കപ്പലുണ്ട്. ചരക്ക് കപ്പലാണോ? യെസ്, ചരക്ക് കപ്പലാണോ? ചെറിയ ചരക്ക് കപ്പൽ. സെലീന അത് ആസ്വദിക്കുകയാണ്. സെലീന, എന്ത് തോന്നുന്നു? നൈസാണോ? അത് നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ടല്ലേ നോമ്പ് തുറ ഇങ്ങനെ? യെസ്, അപ്പൊ നമ്മൾ 2 പേരായിട്ട് ഇന്നത്തെ നോമ്പ് തുറയാണെന്ന്. ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ പോലെ നോമ്പ് തുറക്കാൻ വന്ന ടീം. എവിടെയുണ്ട് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കല്ല. സാധനം അടുത്തത് കാട്ടിട്ടുണ്ട്. നമ്മളെ സാധനം റെഡിയാക്കാം. ആ ഓൾറെഡി ജ്യൂസ് ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്. അതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. നിന്നത് കാട്ടി കട്ട്ലറ്റാണ് കട്ട്ലറ്റ് ഉണ്ടാക്കിയതാണോ കാണിച്ചതാണോ? പട്ടി ഉണ്ടാക്കും. പട്ടി
ഉണ്ടാക്കാനുള്ള ശേഷിയില്ല. അതെ, അവർക്ക് ഉണ്ടാക്കാൻ ശേഷിയില്ല എന്നല്ല, അറിയില്ല അല്ലേ? സെലിന എങ്ങോട്ട് നോക്കൂ. കുറെ വിഭവങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഇത് കുറച്ചധികമായി പോയി. കുഴപ്പമില്ല, നമ്മുടെ ആദ്യത്തേതും അവസാനത്തേതുമായിട്ടുള്ള കൂടിച്ചു. ഇനിയെപ്പം നമുക്കറിയാൻ പറയാൻ പറ്റത്തില്ല, കാരണം നാളെയും മറ്റന്നാളും നമ്മൾ ബിസിയാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിന് എളുപ്പത്തിൽ എഴുതി വെച്ചു. ഉറപ്പായില്ല, മറ്റേ ഇടയിൽ കിട്ടൂല. ഉറപ്പാണല്ലോ എളുപ്പത്തിൽ. ജ്യൂസ് അടക്കോള് മേടിച്ചോളാം. ഞാൻ അപ്പോഴും അടിച്ചോളെ ഫ്രഷ് പറഞ്ഞതുണ്ട്. മാംഗോ ജ്യൂസ് ഫ്രഷ് മാംഗോ ഇനി ഐലൻഡിന് മാംഗോ ജ്യൂസ് ഫ്രഷ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രഷ് വരെ ഇവിടെ മൊത്തത്തിൽ നമ്മുടെ എന്താ പറയാ എല്ലാം ഞാൻ മറന്നു. സാരില്ല, നമ്മൾ കൈവിട്ടിട്ടില്ല. അതെ, അത് പരിഷ്കാരം. സൂര്യനോ ഗൈസ്, ഇവിടുത്തെ സൂര്യനെ കാണുന്നില്ല. പോയി ഗൈസ്, മറഞ്ഞു. പക്ഷെ വെളിച്ചം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ കുറച്ച് കേട്ടോ. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി നിരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാലാണ് പറയാൻ ചായ കുടിക്കില്ല. പിന്നെ മതി, ചൂടുള്ള എന്തെങ്കിലുമൊക്കെ വേണം. ഇത് തന്നില്ല, ഇത് അത് അധികം ശാലത്തിന് അതാ നല്ലത്. നീ എന്നതിനല്ലോ എന്നാ ഡേറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞ. ഇപ്പൊ ഞാൻ കുറച്ച് മെലിഞ്ഞു, നിനക്ക് അറിയില്ല. സുന്ന വല്ലണ്ട മറ്റേ ജീജി കൊണ്ടുവന്ന ഡ്രസ് തണ്ണി കൂടി നമുക്ക് ഗൈസ്, നമ്മളിവിടെ സംസാരിച്ച് ബാങ്ക് കൊടുത്താന്നില്ല. എന്നെ അതില്ലേ ഇതിനാ ബദ്ധാണോ? നമ്മളെ സംസാരത്തിന്റെ ഇടയില് ബാങ്ക് വിളിച്ചത് ഒന്നത് കേൾക്കൂല. ഇവിടെ കുറെ ദൂരെയാണ്. ഇവിടെ അറിഞ്ഞുമില്ല. ഇവിടെ ആൾക്കാർ തിന്നുന്നു. സമയം നോക്കിയപ്പോഴാണ് നമുക്ക് ആദ്യം തന്നെ തുടങ്ങി. പൈനാപ്പിൾ, നമ്മൾ മെല്ലെ മെല്ലെ തിന്നുന്നതാണ്. തണ്ണി വയറ്റിക്കണം. കിണറ്റിന്റെ തണ്ണി, കിണറ്റിന്റെ തണ്ണി. അതെ അതെ, കിണറ്റിന്റെ തണ്ണി. ഇതൊരു മിസ്റ്റേക്ക് ഉള്ളത്. നാക്ക് എപ്പോഴും മിസ്റ്റേക്ക്. അതാണ് എന്റെ വീഡിയോയുടെ ഒരു ഇത്. അതാണ് ചമയ്ക്കുള്ള കൊണ്ടുപോയി. അതിന്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? ഡെക്കറേഷൻ അതിരില്ലല്ലേ ഷായിക്ക് ഞാൻ കളിക്കാനുണ്ട്. സോറി, മധുരം നോക്കാൻ കഴിയില്ലേ നമുക്ക്. അതാണ്ട് അങ്ങനെ കുറവ്. എനിക്ക് പിന്നെ മധുരം കടപ്പനാണ്. നല്ല കടപ്പാണാ? കണക്ക് കടപ്പം. അങ്ങനെ നല്ല കടപ്പം മീൻസ് കണക്ക് കടപ്പം. സോസ് എടുത്താണ്. സോസ് ഞാൻ കൂടിയില്ലേ? സുന്ന പറഞ്ഞായിരുന്നു സെലിനോട് വിളിച്ചു പറയാന്ന്. വിളിച്ചപ്പരെ ഞാൻ ഓർമ്മപ്പെടുത്തിയപ്പരെ ഞാൻ
താനാദ്യം വിടുതേ ഞാൻ റെഡിയായി. ചെറുതുണ്ടേൽ എടുത്തോ, പ്ലേറ്റ് ചെറുതുണ്ടേൽ എടുത്തോ. ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നീ ഇറങ്ങോ, ഞാൻ റെഡിയായി ഇരിക്കുന്നു. ഇപ്പോഴാണ് നീ കാണാൻ തന്നെ. ഇപ്പഴാണ് മെസ്സേജ് കാണുന്നു. അതെ അതെ. പൈസ അയച്ചിട്ടാണ് പൊതുവെ ഞാൻ റീൽസ് ഒക്കെ കാണലുണ്ട്. ലൈക്ക് ഇപ്പം നമ്മളെ ഫോട്ടോസ്, സ്റ്റാറ്റസ്, നമ്മളെ നോമ്പ് തുറക്കുന്ന സാധനങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ടിടുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് വിഷമം, ഇതൊന്നും ഇല്ലാത്ത, നമ്മുടെ കയ്യിൽ നിറയെ ഉണ്ടെന്നല്ല പറയുന്നേ, അങ്ങനത്തെ കുറച്ച് റീൽസ് ഒക്കെ കാണലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ കഴിക്കുന്നത് കാണിക്കണ്ട, അല്ലെങ്കിൽ അത് അത്ര ഇമ്പോർട്ടന്റ് ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് സാധനങ്ങൾ പറഞ്ഞാൽ അത്ര മാത്രം കണ്ട് അങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാറ് അല്ലേ? ആദ്യം കാണിക്കാന്നാ വിചാരിച്ചേ, പക്ഷെ എന്താന്ന് വെച്ചു നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കൊതിപ്പിക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പാവപ്പെട്ടവരെ നമ്മൾ വേദനിപ്പിക്കാനോ വിശപ്പിപ്പിക്കാനോ പാടില്ല. കുറച്ച് നമ്മൾ വിചാരിക്കും നമ്മുടെതൊക്കെ ആര് കാണാനോ, നമുക്കറിയില്ലല്ലോ, നമ്മൾ എല്ലാ കുടുംബത്തിലും പോയി ചെന്ന് നമ്മൾ നോക്കുന്നില്ലല്ലോ. അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സോ ഇവിടെ ശരീരം കാക്കയോടാണ് സംസാരിക്കുന്നത്. സാധാരണ ഇതിനകത്ത് കാണണ്ട, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്താണ് സെലീന, ബുദ്ധിയില്ലേ? ഈ സമയത്ത് കാക്ക നിങ്ങൾ അത് തന്നെ ഞാൻ പറയാൻ വരുന്നത്. ഈ സമയങ്ങളിൽ അന്തി കൊടുത്തു കഴിഞ്ഞാൽ കാക്കകളൊന്നും കാണാറില്ല. ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വന്നപ്പോ അവളെന്നെ പിന്നെ പൈനാപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാൻഡ്വിച്ച് ഇപ്പം വേറെ എന്തെല്ലാം കഴിക്കണം. പിന്നെ അവളെ തിരിച്ചു കുളത്തിലുണ്ടാകുന്നത്. ചിലപ്പോ കല്ലായിരിക്കും, ചിലപ്പോ തട്ടിക്കൊണ്ടേ അതുപോലെ കപ്പൽ അടിപൊളി കാണാം. കപ്പലിലെ വ്യൂ നല്ല രസമാണ്. ഞാൻ ഇത് കാണിച്ചത്. ഇതാണ് വ്യൂ. കളർ ഫോണിൽ കാണുമ്പോൾ കളർ അത്ര സുഖമില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല, ഇവിടെ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ഓരോ ലെയർ കളറാണ്. പക്ഷെ ഫോണിൽ അത്ര ഒരു വൈബില്ല. ഞാനത് സെറ്റിങ്സ് നോക്കണം.
ആ യെസ്, വൈഡ് ഇട്ടപ്പം ആ ഒരു ആക്ച്വൽ കളർ വന്നിട്ടുണ്ട്. കണ്ടോ ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ലൈക്ക് ഒരു നല്ല രസമല്ലേ സെലീന? എന്താണ് ഇങ്ങോട്ട് നോക്കൂ. അതാണ് ഇങ്ങനെ ഒരു മാതിരി ആദ്യം ഒരു മഞ്ഞ, പിന്നെ റോസ്, പിന്നെ ഒരു ആഷ്, പിന്നെ ഒരു അജയ് എന്തുവാടെ കണ്ണിൽ വല്ല തിമിരുണ്ടോ നിനക്ക്? യെസ്, ആകാശം. തുടച്ചു തമ്പുരാനെ, ഞാൻ ഇവിടെ ആകാശത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ അവളെ കപ്പലിന്റെ കാര്യാ പറയുന്നത്. ഞാൻ ആകാശത്തിന്റെ കളറാ പറഞ്ഞത്. നല്ല രസമല്ലേ? ഇതാണ് ആക്ച്വൽ കളർ. ഇതിനെ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പൊ കളർ വന്നല്ലോ. നേരത്തെ കളർ വന്നില്ല, എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ നല്ലൊരു കളർ. ഒന്നുകൂടി സൂം ചെയ്ത് നോക്കാം. വാവ്, ബ്യൂട്ടിഫുൾ. നല്ലൊരു കളറാണ് ഇവിടെ. നല്ലൊരു വ്യൂ ആണ് ഗൈസ്. നല്ലൊരു 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 സായാഹ്നം അല്ലേ? സായാഹ്നത്തിനാണ് നമ്മൾ. നീ ഇത് നീ കടിച്ചോ, നീ നേരിട്ട് അടിച്ചോ. സെലിനെ ചവക്കുന്നതിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചേർത്തെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് നല്ല റിസൾട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മൈക്കിന്റെ അഭാവം ഉള്ളത് കൊണ്ട് ചിലപ്പോ നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഒരു ആപ്പ് ഉണ്ട്, DJI എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നല്ല മുഖം റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാ ഓടക്കല്ല ഫോണിന്റെ അതുപോലെ ഇത് പറ്റും. മാത്രമല്ല അത് ഉണ്ടാകും ഭയങ്കര ചാർജ് പോകും. അപ്പൊ പിന്നെ അത് നമുക്ക് അത്ര പവർ ബാങ്ക് ഒന്നും എഴുതിയില്ല. പക്ഷെ പവർ ബാങ്ക് ഇല്ലാത്ത ഓട്ടാൻ അതല്ലേ ഞാൻ പറഞ്ഞതാ. അള്ളാണ് നാ കണ്ടത് ക്യാമറ. ചെറിയ സാധനല്ലേ ഒരു ആള് വോയിസ് ഓവർ ഇട്ട ഒരു വീഡിയോയില് അത്. അതായത് ഞാൻ കണ്ടു, അതിശയിച്ചു പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു ഇത് ഇന്ന സാധനം, അതിന് ചീപ്പ് റേറ്റ് ഒന്നും ഇരിക്കൊണ്ട് അത് കണ്ടിനെ. ഇത് നല്ല ചായയില് ജ്യൂസ് വെറ്റാ ഞാൻ ചായ വച്ച തന്നെ എടുത്തു കുതച്ചിനെ. നമ്മുടെ ആദ്യത്തെ വെളിച്ചമൊക്കെ പോയി പോയി മെല്ലെ മെല്ലെ മങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് ഇങ്ങനെ അന്തരീക്ഷം. എന്നിട്ട് എല്ലാരും നോക്കാനേ ഒരു കംപ്ലൈന്റ് തന്നെ. എല്ലാരും പോലെ വേസ്റ്റ് അല്ലെങ്കിൽ കറുപ്പത്തൊക്കെ എടുക്കണം. അത് വേണ്ടാത്ത പണി. നോക്കൊണ്ടുള്ള സാധനം നമ്മള് കൊണ്ടുപോവാം. ഇവിടെ ഇപ്പം പൊതുവെ കണ്ടുവരുന്നത് ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ ബീച്ചിൽ നോമ്പ് തുറന്നിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉപേക്ഷിക്കുക. അത് ഒട്ടും ശരിയല്ലാത്തൊരു കാര്യമാണ്. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിനെ നമ്മൾ തന്നെ നശിപ്പിക്കുന്ന കണക്കിനാണ്. നമ്മൾ എന്തൊക്കെ സാധനം കൊണ്ടുവന്നു അതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകുക. അതാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയല്ലേ? അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനം നമ്മളിവിടെ ഇടാനൊന്നും പോകണില്ല. നമ്മൾ തന്നെ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നോമ്പ് തുറന്നോന്ന് മാത്രമല്ല, അല്ലാത്ത നോർമൽ ഡേയ്സിലും നമ്മൾ വേസ്റ്റുകളും കാര്യങ്ങളും കടലിൽ വലിച്ചെറിയാം, ബീച്ചിലറിയാം. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും അതൊക്കെ നല്ലോണം ഒഴിവാക്കുക. ബിക്കോസ് നമ്മുടെ ചുറ്റുമാണ്, നമ്മുടെ അന്തരീക്ഷമാണ്, നമ്മളാണ് ജീവിക്കേണ്ടത്. സോ നമ്മളെ സെക്യൂർ ആക്കുക. എന്തായാലും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. കാരണം നമ്മളൊന്ന് പ്രത്യേകിച്ച് ഇനി പരിപാടിയൊന്നുമില്ല. കഴിച്ചു കുടിച്ചു എല്ലാം അത്യാവശ്യം നോമ്പൊക്കെ തുറന്നു. ഇനി നമുക്ക് പോവല്ല, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ റെഡിയാക്കിയിട്ട് പോവാം. അപ്പം ഇനി ഇത് വീഡിയോ തുടർന്ന് പോകുമോ എന്ന് എനിക്കറിയില്ല. ഇനി തുടർന്ന് പോവാണെങ്കിൽ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാം. ബായ്. സെലീന ഒരു ബായ് പറയും. ബായ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ലൈക്സിലൂടെ അറിയിക്കുക, പിന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ വേണ്ടി കാണുന്നതായിരിക്കും. ബൈ. കൊണ്ടാ ഓ സോറി, നിന്നാ ഫോണേക്കണത് വെച്ചത്. സോറി. അങ്ങനെ നമ്മുടെ നോമ്പ് തുറക്കെ ഹാപ്പി ആയിട്ട് നടന്നിട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഈ സൈഡിൽ നിന്ന്. എല്ലാവരും പോയി, നമ്മൾ മാത്രമാണ് പോവാനായിട്ട് ബാക്കിയുള്ളത്. ബാക്കി എല്ലാവരും വന്നവരൊക്കെ പോയി. നമ്മളപ്പോഴും
ബാക്കി. അപ്പൊ ഓക്കെ, വൺസ് അഗൈൻ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ 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 ബൈ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വ്ളോഗാണ്. അതിൽ ഒരു വ്ളോഗ് എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചതാണ് ഓൾറെഡി. ഇതിപ്പോ രണ്ടാമത്തെ വ്ളോഗാണ് ഗൈസ്. അപ്പൊ പറയേണ്ട ആവശ്യമുണ്ട്, പക്ഷെ ബിക്കോസ് ഞാൻ ഈ ഡ്രസ്സാണ് അവിടെ ഉള്ളത്. അപ്പൊ അവര് വിചാരിക്കും ഈ ഡ്രസ്സേ ഉള്ളൂ, കുളിക്കാതെ മണപ്പിച്ച് അല്ല ഗൈസ്. അവള് എന്തുവാ അയ്യോ ഓക്കെ ഗൈസ്. അപ്പൊ പുള്ളിക്കാരി ചെറിയൊരു ട്രോമയിലാണ്. പുള്ളിക്കാരി ആരും ഹാക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒരു ട്രോമയിൽ ഓക്കെ. അപ്പൊ പുള്ളിക്കാരി ആ ഒരു ട്രോമയിലാണ്. നമ്മൾ ഈ ഒരു റൂം കണ്ടോ, അല്ല ബെഡ്ഷീറ്റ് മാറ്റണം, പിന്നെ കുറച്ച് സാധനങ്ങൾ, പിന്നെ എവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം, ടേബിൾ ഒന്ന് അറേഞ്ച് ചെയ്യണം, ഒന്ന് എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുന്നു. സോ ഇന്നത്തെ ബ്ലോഗ് നമ്മള് പെരുന്നാളിനെ പ്രമാണിച്ചിട്ട് ഒരു റെഡിയാക്കൽ ആൻഡ് മേക്ക് ഓവർ എന്നുള്ളത്. യെസ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് എനർജിക്ക് വേണ്ടി അടിച്ചു കയറ്റുന്നു മക്കളെ. നമ്മുടെ ഒഫീഷ്യലി ക്യാമറമാൻ ജിജി ആണ്. നമ്മൾ ക്യാമറ ഇല്ല ഷോല്ല. അപ്പം നമ്മള് ക്യാമറ ജിജിക്ക് കൈമാറാൻ പോവാണ്. നമ്മള് കുളിച്ച് ചെയ്യാൻ അത് അങ്ങനെ ഒരെണ്ണോ. ഓക്കെ, പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഞാൻ എന്റെ നോക്കുന്ന ജെയിംസ് ആയിരുന്നു. ബെഡ്ഷീറ്റ് തുറപ്പി. ഓക്കെ, നമ്മളാദ്യം ഇത് വീട്ടിലിട്ട ഡിഷ് ഉണ്ടോ നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റാണ് ഇന്നൊക്കെ നോക്കാൻ പോകുന്നത്. ഈ ഒരു തട്ടം ആയിരുന്നു ഞാൻ ഇതാണ് ഈ ഒരു കാണിച്ചത്. ഈ ഒരു ബെഡ്ഷീറ്റാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബെഡ് അലങ്കരിക്കാൻ പോകുന്നത്. നല്ല കളർഫുൾ, കണ്ണൊക്കെ വെട്ടിത്തിണങ്ങും. കണ്ണെങ്കിലും നെഞ്ചും താങ്ക്യും. സുന്ദര കാണുന്നതോ? ഓക്കെ, എന്നാ കുഴപ്പമില്ല. കണ്ണഞ്ചും മുഞ്ചും തിരിഞ്ഞു ഇല്ലല്ലോ. ഏത് ഇത് നമ്മള് ഇതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ ഇത് കട്ടിയാനാ? ഇല്ലല്ല കുഴപ്പമില്ല. നല്ല കളർഫുൾ ആ ചിന്ന വലിച്ചെറിഞ്ഞു കൊടുക്കണോ അതിന്? എപ്പാണ് ഹരം നല്ല വെള്ള വെള്ള മറ്റേത് കറവുണ്ടായില്ലേ? കറവുണ്ട് അതാ പറഞ്ഞത്. ബെഡ്ഷീറ്റ് ആണ്. ഇതിന് എന്താ കറ നടത്തികൂടാ. അതായത് മൂല്യങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മള് വാങ്ങുമ്പോ കറിയില്ല. അപ്പൊ നമ്മള് കുറച്ച് നാളായി. എത്ര മാസമായിട്ടും? 2 മാസം വാങ്ങിച്ച് 2 മാസമായിട്ട് 3-4 മാസം കുറപ്പിക്കാണ്ട് ആ പാക്കറ്റ് ഒന്ന് കളിയിച്ച് വെച്ചാൽ മതിയായിരുന്നു. അത് കുഴപ്പമില്ല, നമ്മള് പുതിയ സാധനമില്ല. നമ്മള് ഇതിന്റെ പുറത്ത് ഇതൊന്ന് തട്ടോണോ സുന്ന കറുത്ത ടീഷർട്ട് നമ്മളാദ്യം തട്ട. നമുക്കാദ്യം തട്ടാം. തട്ടായത് അല്ല ചൂടാ. നമ്മളാദ്യം തട്ടിക്കൊടുക്കും. കട്ടിയോടെ എല്ലാ കട്ടിയോടെ എന്നെ തട്ടിയാ വീടെടുക്കുമോ? അതാ ഹാക്കിന്റെ കട്ടിയോ? നമ്മൾ നമ്മൾ കടയിൽ പോയിട്ട് വരാം. അതാ ഞാനും അതാ നിന്റെ അടുത്ത് ഞാനും പറയാത്തത്. ഇപ്പൊ നോക്കി കുറക്കാനോ. ശരിക്കും ബ്യൂട്ടി പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞു,
വെയിറ്റ് കുറക്കാൻ ചാൻസ് ഇല്ലെന്നെല്ലാം പറയണ കേൾക്കുന്നത് പിന്നെ അറിയത്തില്ല. 23 വരെ ആക്കിയതുകൊണ്ട് എനിക്ക് തോന്നി ചിലപ്പോൾ ഞാൻ ജിപ്പിന്റെ അടുത്ത് ചോദിച്ചു, ബാബുവിന്റെ അടുത്ത് ചോദിച്ചു, പിന്നെ അന്നടുത്ത് ചോദിച്ചു, ഇതിലാരും ചോദിച്ചില്ലെന്നാ പറഞ്ഞു. എല്ലാരും പറയണത് ചിലപ്പോ കുറേ കേൾക്കുന്നുണ്ടെന്നല്ല പറയണത്. ഞാൻ കുറേ അതെ. നാളെ അപ്പൊ കരേന്റെ തലം കണ്ടോല്ലോ. പിന്നെ ഓ ശരിക്കും നാളെ നമുക്ക് നോക്കേണ്ടത് സമയം ഇല്ലല്ല. കണ്ടെങ്കിൽ അതെ കടുപ്പൂരാണ്ട് മുറ്റത്ത് പുറപ്പെടരുത്.